ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ സുശീലയെ കാണാൻ വേണ്ടി അനന്തം മാഷ് മഞ്ചാടിയും പിടിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. സുശീലയാണെങ്കിലോ ഇവർ വരുന്നത് കണ്ടതും പെട്ടെന്ന് തന്നെ ഉമ്മറത്തുനിന്ന് അകത്തേക്ക് അങ്ങ് എസ്കേപ്പ് ആവാണ്. എന്നിട്ട് അവിടെ നിന്നിരുന്ന സോനയോട് പറയാണ്, എടി ഞാൻ കുളിക്കാൻ പോവാണ്. അതിനിപ്പോൾ ഞാനെന്ത് വേണമെന്ന് സോന ചോദിക്കാം കേട്ടോ. നീ ഒന്നും വേണ്ട, ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വരികയാണെങ്കിലേ ഞാൻ കുളിക്കാമെന്ന് പറഞ്ഞേക്ക്, കുറച്ച് നേരം കാത്തിരിക്കട്ടെ എന്നും പറഞ്ഞ് സുശീല അകത്ത് പോയിട്ട് ഡോർ അടച്ചങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. ഈ അമ്മയ്ക്ക് ഇതെന്ത് പറ്റിയെന്ന് ഓർത്ത് നമ്മുടെ സുശീലയുടെ മോള് സോന ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ആനന്ദമാഷ് മഞ്ചാടിയും കൂട്ടി അങ്ങോട്ട് കടന്നു വരുന്നത് കാണുന്നത് കേട്ടോ. അത് കണ്ടതും സോന പെട്ടെന്ന് തന്നെ മുന്നോട്ട് ചെന്നു. ആ മാഷേ, മഞ്ചാടി വാ, വന്ന് കയറിയിരിക്കുമെന്ന് പറയാണ്. അങ്ങനെ അവർ കയറിയിരുന്നു. കൂട്ടത്തിൽ തന്നെ എടത്തി, ഇന്ദ്രേട്ടാ, ഇതേ അനന്തമാഷും മഞ്ചാടിയും വന്നിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. അത് കേട്ടതും റൂമിൽ നിന്ന് ഇന്ദ്രനോട് സംസാരിക്കുകയായിരുന്ന അനുപമ ഒത്തിരി സന്തോഷത്തോടെ ഇതേ ഇന്ദ്രേട്ടാ, അച്ഛൻ വന്നിരിക്കുന്നു, മഞ്ചാടി ഉണ്ടെന്ന് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അച്ഛനെയും മഞ്ചാടിയും കാണാൻ വേണ്ടി ഉമ്മറത്തേക്ക് ചെല്ലുക കേട്ടോ. എന്താ അച്ഛാ മഞ്ചാടി, നിനക്കെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരായിരുന്നില്ലേ എന്ന് അനുപമ ചോദിക്കാം കേട്ടോ. അതിനിപ്പോൾ എന്താ മോളെ, ഇങ്ങോട്ട് വരണമെങ്കിൽ ഞങ്ങൾ ആദ്യം പറഞ്ഞറിയിച്ചിട്ടൊക്കെ വരണോ? അത് തന്നെയെന്ന് ഇന്ദ്രനും പറയാം കേട്ടോ. അങ്ങനെ അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോൾ അനന്തമാഷി പറഞ്ഞു, ഇല്ല ഇവിടെ ഇരിക്കുക, ഇവിടെ സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അവരൊക്കെ അവിടെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സോന അകത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ സുശീലയുടെ ആ ഡോറൊന്ന് തള്ളി നോക്കുമ്പോൾ അത് തുറന്നു. അമ്മ ഇതിൽ കുളിച്ചില്ലേ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ആനന്ദമാഷ വന്നിട്ടുണ്ടല്ലേ? ഉണ്ട്. ഞാൻ എന്തായാലും ഇപ്പം ഒന്നും അങ്ങോട്ട് വരുന്നില്ല, കുറച്ച് നേരം അവിടെ കാത്തിരിക്കട്ടെ. അതിനാര് കാത്തിരിക്കുന്ന അമ്മേനെ? അവരിതുവരെ അമ്മേനെ ചോദിച്ചിട്ട് പോലും ഇല്ലയെന്ന് പറയട്ടോ. ചോദിച്ചില്ലേ? ഇല്ല എന്ന് പറഞ്ഞിട്ട് സോന ചായ എടുക്കാൻ പോയിട്ടോ. അപ്പോൾ സുശീല, ഇപ്പം ഭരണം മോളാണല്ലോ നടത്തുന്നത്, അതിൻ്റെ അഹങ്കാരമായിരിക്കും, കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുശീല പിന്നെ നാണക്കേടും മാനക്കേടും ഒന്നും നോക്കാതെ എഴുന്നേറ്റ് അങ്ങ് ഉമ്മറത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അനന്തം മാഷോ, അത് എപ്പോൾ എത്തി മാഷേന്ന് ചോദിക്കാം കേട്ടോ. ഇപ്പോൾ വന്നതേ ഉള്ളൂ സുശീലേ. എന്നിട്ട് മാഷ എന്നെ ഒന്നും ചോദിച്ചത് പോലും ഇല്ലല്ലോ എന്ന് നമ്മുടെ സുശീല പറയുകയാണേ. ആനന്ദമാഷ് മറ്റൊന്നും പറയാതെ സുശീലയെ നോക്കിയപ്പോൾ, എനിക്കിപ്പോൾ ഇവിടെ പണ്ടത്തെ പോലെ വിലയും നിലയൊന്നുമില്ല, മോനും മരുമോളും ഒക്കെ ആണല്ലോ ഭരണം നടത്തുന്നത്, അത് ഓർത്തിട്ടായിരിക്കും അല്ലേ എന്നൊക്കെ സുശീല പറയാം കേട്ടോ. ഞങ്ങളാരും അതൊന്നും ഓർത്തിട്ടില്ല. അല്ല, എനിക്കിപ്പോൾ നിങ്ങൾക്ക് വലിയ വിലയൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ സുശീല കുത്തി പറഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു, അമ്മയുടെ വില കളയുന്ന കാര്യങ്ങളൊക്കെ അമ്മയായിട്ട് തന്നെ ചെയ്യുമ്പേ പിന്നെ അമ്മയുടെ വില വേറെ ആരായിട്ടും കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം കേട്ടോ. സംഭവം അവിടെ വന്നു നിന്നപ്പോൾ തന്നെ ഈ മഞ്ചാടിയെ സുശീല ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ച കാര്യം അനന്തമാഷ അനുവിനോടും ഇന്ദ്രനോടും പറഞ്ഞിരുന്നു കേട്ടോ. അതാണ് ഇന്ദ്രൻ അങ്ങനെ ചോദിച്ചതും. നീ എന്താടാ ഈ പറയുന്നത്? സുശീലേ, ഞാനിവിടെ വന്നത് നിന്നെ കാണാൻ വേണ്ടി തന്നെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചടങ്ങിനായിട്ട് വന്നതല്ലേ? അല്ല, മോളെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ട് മാഷൊന്നും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി വന്നതല്ല ഞാനിപ്പോൾ. നീ ഇന്നാൾ പറഞ്ഞില്ലേ എൻ്റെ മോളുടെ മനസ്സിൽ കുറച്ച് വിഷം കുത്തിവെച്ചല്ലോ, മഞ്ചാടി മോളുടെ. ഞാനതിന് എന്ത് വിഷം മാഷ കുത്തിവെച്ചത്? ഒന്നും നിനക്ക് ഓർമ്മയില്ല അല്ലേ? ഉള്ള കാര്യം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നീ എന്തൊക്കെയാണോ ഇവളുടെ മനസ്സിൽ വിഷം ഏറ്റി വെച്ച് എൻ്റെ കുടുംബത്തിനെ രണ്ടാക്കാനാണല്ലോ നീ നോക്കുന്നത് സുശീലേ. നിൻ്റെ സ്വഭാവം ഇന്നത്തോടെ ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ച പോലെ ക്ഷമിക്കത്തില്ല. മാഷെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നതാണോ എന്ന് ചോദിക്കാം കേട്ടോ. അതെ, ഭീഷണിയാണെങ്കിൽ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് കടുപ്പിച്ച് അനന്തമാഷ് സീറ്റിൽ നിന്ന് അങ്ങ് എണീക്കാം കേട്ടോ. സുശീലേ, എൻ്റെ മോൾക്ക് അറിയാത്ത അല്ലെങ്കിൽ അവർക്ക് ദോഷം ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞ്, ചെറിയ കുട്ടികളാണല്ലോ, അവരെ പറഞ്ഞ് എനിക്കും എൻ്റെ കുടുംബത്തിനും എതിരായിട്ട് തിരിച്ചാലുണ്ടല്ലോ, നിനക്കറിയാലോ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് സുശീലയ്ക്കെതിരെ വിരൽ ചൂണ്ടാണ് കേട്ടോ. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു മാഷേ? മാഷിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാവുമായിരിക്കും. കാരണം എന്തായാലും ഇപ്പോൾ ജീവൻ രാജിൻ്റെ അഡ്രസ്സൊന്നും ഇല്ലല്ലോ. അവൻ്റെ കേസിൽ അറസ്റ്റായ ഗോകുലിനോട് ജാമ്യത്തിൽ ഇറങ്ങാൻ മാഷാണ് പോയി പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞത് ഗോകുലിൻ്റെ അച്ഛൻ തന്നെയാണ്. ആ കാര്യം ഞാൻ മഞ്ചാടിയോട് പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണെന്ന് ഞാനും എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്. സത്യമൊന്നും ഒരിക്കലും അനന്തമാഷ് അംഗീകരിക്കാതിരിക്കാറില്ല, സത്യമല്ല എന്ന് പറയാതിരിക്കാറും ഇല്ല എന്ന് അനന്തമാഷും പറയാം കേട്ടോ. പിന്നെ ഇപ്പോൾ മാഷ് എന്തിനാ എൻ്റെ അടുത്ത് വന്ന്? പിന്നെ ഞാൻ എന്താ ഗോകുലും മഞ്ചാടി മോളും തമ്മിലുള്ള കല്യാണം നടത്താനാണ് ഗൂഢാലോചന നടത്തുന്നതെന്നൊക്കെ നീ എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ പറഞ്ഞത്?
എന്ന് ചോദിക്കുകയാണ്. അതിൽ സുശീല പറഞ്ഞു, അയ്യോ മാഷി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അല്ല, ഒരിക്കലും മാഷി ഗോകുലും മഞ്ചാടിയായിട്ടുള്ള വിവാഹം നടത്താൻ ശ്രമിച്ചതായിരുന്നല്ലോ. പക്ഷെ മഞ്ചാടി എപ്പോഴത്തേക്കും ജീവൻ രാജിനെ സ്നേഹിച്ചതുകൊണ്ടാണല്ലോ ഇതൊന്നും നടക്കാതെ വന്നത്. ഇപ്പം ജീവൻ രാജ് എന്തായാലും നാട്ടിലില്ല, പോരാത്തതിന് കഞ്ചാവ് കേസിലെ പ്രതിയാന്നൊക്കെ പറയുന്നു. അപ്പം പിന്നെ എന്തായാലും മഞ്ചാടി ഈ ഗോകുലിൻ്റെ കാര്യത്തിലാണെങ്കിൽ മാഷിന് വലിയ താല്പര്യമുണ്ട്. എന്നാൽ പിന്നെ മഞ്ചാടിയുടെയും ഗോകുലിൻ്റെയും വിവാഹം നടത്താൻ തന്നെയായിരിക്കും മാഷ് ഇതുപോലെയൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞാന്നൊക്കെ പറയാം കേട്ടോ. അപ്പം തന്നെ അനന്തമാഷിന് അങ്ങ് ദേഷ്യം വരാം കേട്ടോ. സുശീലേ, ഞാൻ മനസ്സ് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ എൻ്റെ മകളോട് എൻ്റെ പേരും പറഞ്ഞ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാൽ കഴിഞ്ഞതുപോലെ ഞാൻ നോക്കി നിൽക്കുന്നു വിചാരിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് സുശീല അങ്ങ് ഞെട്ടിക്കാട്ടോ. സുശീലാണെങ്കിൽ അനന്തമാഷിൻ്റെ വെല്ലുവിളി കേട്ട് ആകെ ഞെട്ടിത്തരിച്ച് പോയിട്ടോ. മഞ്ചാടിയും ദേഷ്യപ്പെട്ടിട്ടോ. ആൻറ്റി ഇങ്ങനെയൊന്നല്ലല്ലോ എന്നോട് പറഞ്ഞത്, ആൻറ്റിക്ക് ഉറപ്പുള്ള കാര്യം പോലെയാണല്ലോ എന്നോട് പറഞ്ഞത്. എന്നെ പറഞ്ഞ് തെറ്റിപ്പിച്ചിട്ട് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനോട് പിണങ്ങിയിട്ട് ഹോസ്റ്റലിൽ തന്നെ പോയി നിൽക്കാനൊക്കെ തീരുമാനിക്കായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ. അതിൽ സുശീല അങ്ങ് ആകെ ഇല്ലാതായിട്ടോ. ഇന്ദ്രനും പറഞ്ഞു, അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? അല്ലെങ്കിൽ തന്നെ ഗോകുലിൻ്റെയും മഞ്ചാടിയുടെയും വിവാഹം ഉറപ്പിക്കുന്നത് അമ്മയാണോ? അല്ലല്ലോ. മാഷ് അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാത്ത സ്ഥലത്ത് അമ്മ ഇതിൻ്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ എന്തൊക്കെയാ പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ അനുപമ അടവങ്ങ് മാറ്റുകയാണ്. അയ്യോ അച്ഛ, മഞ്ചാടി, ഇന്ദ്രേട്ടാ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയല്ലേ. അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാ. മാത്രമല്ല അമ്മ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും അല്ല. അമ്മ എന്നോടും പറഞ്ഞിരുന്നു, പണ്ട് അമ്മ പറഞ്ഞ പോലെ തന്നെ മഞ്ചാടിയുടെയും ഗോകുലിൻ്റെയും വിവാഹം നടത്താൻ അച്ഛനും ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചതാണല്ലോ. മഞ്ചാടിക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണല്ലോ അത് മുടങ്ങിപ്പോയത്. അപ്പം പിന്നെ ഇപ്പം എന്തായാലും ജീവൻ രാജ് ആണെങ്കിൽ വലിയ കഞ്ചാവ് കേസിലൊക്കെ കണ്ണിയാന്ന് പറയപ്പെടുന്നു. മാത്രമല്ല അവൻ ഇതൊന്നും പുതുതായിട്ട് തുടങ്ങിയതല്ലല്ലോ. പണ്ട് അവൻ മഞ്ചാടിയെ ചതിക്കാനും ശ്രമിച്ചതാ. ഇപ്പം ഗോകുലാണെങ്കിലോ പണ്ടുള്ള പോലെ ഒന്നുമല്ല, അവൻ വളരെ നന്നായിട്ടുമുണ്ട്. അവൻ്റെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അച്ഛനും നമുക്കൊക്കെ നേരിട്ട് അറിവുള്ളതാണല്ലോ. പണ്ടത്തെ ഒരുവിധ ദുശീലങ്ങളും ഒരു സ്വഭാവദൂഷ്യം അവനില്ല. അതുകൊണ്ട് തന്നെ മഞ്ചാടി അവനും ഇനി ഒന്നിക്കുകയാണെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അത് അച്ഛനും മഞ്ചാടിയും വേറൊരു രീതി കാണരുത്. അമ്മ പറഞ്ഞതിൽ എന്തേ തെറ്റുണ്ടെങ്കിൽ വിട്ടുകളെ, അമ്മ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് അല്ലേ അമ്മയെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ സുശീല, അതെ അനു പറഞ്ഞതാ ശരി, ഞാനും അങ്ങനെ വിചാരിച്ചു എന്ന് പറയാം കേട്ടോ. അപ്പോൾ അനുപമ്മ കൂടി സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ അനു നീ എന്തൊക്കെയാ പറയുന്നത്? അതെ ഇന്ദ്രേട്ടാ, അമ്മ എത്രയേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങളെല്ലാവരും കൂടെ അമ്മേനെ തെറ്റിദ്ധരിക്കല്ലേ. മഞ്ചാടിക്കും ഗോകുലിനും ഒരു പുതിയ ജീവിതം ആയെങ്കിൽ അങ്ങനെ അവർ നന്നായിട്ട് ജീവിക്കട്ടെ എന്നാണ് അമ്മ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് സുശീലേനെ അങ്ങനെ വെള്ള പെയിൻ്റ് അടിച്ച് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനുപമ. അതുകൂടെ ആയപ്പോൾ സുശീലയ്ക്ക് ശ്വാസം അങ്ങ് നേരെ വേണ്ടോ. അങ്ങനെയാണെങ്കിൽ നന്ന്. അതല്ല കുടുംബം പിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പണ്ടത്തെ പോലെ ആരും നോക്കി നിൽക്കില്ല എന്ന് സുശീലയൊന്ന് ഓർത്താൽ മതി. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് ആനന്ദമാഷും മഞ്ചാടിയും കൂടി ഇറങ്ങാൻ നോക്കാറുണ്ട്. അപ്പോഴേക്ക് ഇവിടെ വരെ വന്നിട്ട് ചായ കുടിക്കാതെ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചായയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പറഞ്ഞു വിട്ടത്. അതിനുശേഷം പിന്നെ അവർ പോയത് നമ്മുടെ സുശീല അനുപമേനോട് ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ പെരുമാറുന്നത്. കാര്യം എന്തൊക്കെയാലും എൻ്റെ മോൻ വരെ എന്നെ തള്ളി പറയാൻ നിന്നതാണല്ലോ. അപ്പോൾ ഇവളെന്തിനാണാവോ എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തത്? ഒരു കണക്കിന് തൽക്കാലം ഇവളെ സുഖിപ്പിച്ച് കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ നിലയിൽ എൻ്റെ ആരോഗ്യത്തിന് നല്ലതെന്ന് സുശീലയ്ക്ക് മനസ്സിലാവുക കേട്ടോ. അങ്ങനെ പിന്നെ കഴിച്ച പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പം സുശീല എടുക്കുമ്പോൾ അയ്യോ അമ്മേ ഞാൻ എടുത്തോളാം ഇതെന്നൊക്കെ പറയാം കേട്ടോ. വേണ്ട ഞാൻ എടുത്തോളാം, മോൾ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് സുശീല പറയണ്ട. പണ്ട് ആരെങ്കിലും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ പാത്രമൊക്കെ എടുത്തില്ലെങ്കിൽ അമ്മ എന്നെ വഴക്ക് പറയത്തില്ലായിരുന്നു. അത് പിന്നെ മോളെ അന്നത്തെ ഒരു അല്ല കുഴപ്പമില്ല, എനിക്കതൊന്നും കുഴപ്പമില്ല, ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അനുപമ എടുത്ത് പോവുകയാണ് കേട്ടോ. സുശീല ആണെങ്കിൽ ഇനിയിപ്പോൾ ഇവളോട് ഇപ്പോൾ എന്താ പറയാമെന്നോർത്ത് സന്തോഷത്തിൽ ആണ് കേട്ടോ. കാരണം എന്തായാലും അനന്തമാഷിൻ്റെയും മഞ്ചാടീൻ്റെയും മുന്നിൽ വെച്ച് തൻ്റെ തൊലി ഉരിച്ചില്ലല്ലോ. മാത്രമല്ല ഇന്ദ്രനും ഇപ്പോൾ അവർക്ക് കട്ടയ്ക്ക് സപ്പോർട്ടോ. ഈ ഒരു സമയത്ത് അനുപമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് സുശീലയ്ക്കും തോന്നുക കേട്ടോ. എന്തായാലും അനുപമ സുശീലയ്ക്ക് ഒരു 8ൻ്റെ പണി കരുതി വെച്ചിട്ടുണ്ട്. സുശീലയാണെങ്കിലോ അനുപമയ്ക്ക് പണിയാൻ വേണ്ടിയാണ് തിടഞ്ഞ് നടക്കുന്നതെങ്കിലും അനുപമ നൈസായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.